രണ്ടാം റൗണ്ടിൽ അദ്ദേഹം പറഞ്ഞു ശ്മശാനത്തിൽ അടക്കം ചെയ്തു. ശ്മശാനത്തിൽ അടക്കം ചെയ്തു എന്നാണ് പറഞ്ഞത്. സാമുവൽ ഹണ്ടിങ്ടണും ഫുക്കുയാമയും ഡാനിയൽ ബെല്ലും എല്ലാം അടക്കം ചെയ്തതാണ് 90-കൾ മുതൽ. അങ്ങനെ അടക്കം ചെയ്തു എന്ന് നിങ്ങൾ പറയുന്ന ആ കമ്മ്യൂണിസത്തെ കുറിച്ച് അത് വിഷയമല്ലാത്ത ഒരു ചർച്ചയിലും നിങ്ങൾക്ക് ആവർത്തിച്ച് വിമർശനം ഉന്നയിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാ? അതാണ് പറഞ്ഞത്. ലോകത്തിന്റെ ഏതെങ്കിലും ഒരു മൂലയിൽ ഒരാളെങ്കിലും കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഭയത്തോടെയാണ് കാണുക. നിങ്ങളുടെ നിദ്രയിൽ പേക്കിനാവുകൾ വിതച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് കുഴിച്ചുമൂടി എന്ന് പറഞ്ഞിട്ട് ചർച്ച ഇതിനെ കുറിച്ചാണ്. കുഴിച്ചുമൂടിയെ പിന്നെ ചർച്ച ചെയ്യേണ്ട കാര്യമുണ്ടോ? അങ്ങയുടെ ചർച്ച തന്നെയാണ് കമ്മ്യൂണിസത്തിന്റെ പ്രസക്തി വീണ്ടും വീണ്ടും വിളിച്ചോതുന്നത് ഈ ചർച്ചയിൽ അങ്ങയുടെ ഭാഗത്ത് നിന്ന് തന്നെ. പിന്നെ നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന ദിവസം, ഇന്നത്തെ ദിവസമേ പുറത്തു വന്നൊരു വാർത്തയുണ്ട്. അങ്ങ് ചർച്ച കഴിഞ്ഞിട്ടത് പരിശോധിക്കണം. ന്യൂസിലാൻഡിലെ തെരഞ്ഞെടുപ്പിന്റെ വാർത്തയാണ്. ജസീന്ത ആർഡനാണ് അധികാരത്തിൽ വന്നിട്ടുള്ളത്. അവർ ഉയർത്തിപ്പിടിക്കുന്നത് ഇടതുപക്ഷ രാഷ്ട്രീയമാണ്. ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ ഇതാണ് നമ്മൾ കാണുന്നത്. അങ്ങ് പിങ്ക് റവല്യൂഷൻ എന്ന് കേട്ടിട്ടുണ്ടോ? ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലാകെ ആഞ്ഞു വീശിയ ആ കൊടുങ്കാറ്റ് ഏത് രാഷ്ട്രീയമായി ഉയർത്തിപ്പിടിച്ചത്? വ്യവസ്ഥാപിത കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ തന്നെ അധികാരത്തിൽ വന്നു എന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. അതാണ് പിങ്ക് റവല്യൂഷൻ. ഇടതുപക്ഷ രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയ പാർട്ടികൾ മുഴുവൻ ഉയർത്തിപ്പിടിക്കുന്നു സോഷ്യലിസമാണ് ബദൽ, സോഷ്യലിസമാണ് ബദൽ എന്ന് ഉയർത്തിപ്പിടിക്കുന്ന എന്ന നിലപാട് സ്വീകരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ അശ്വമേധമാണ് പിങ്ക് റവല്യൂഷൻ, റോസ് റവല്യൂഷൻ എന്നെല്ലാം അറിയപ്പെട്ടിരുന്നത്. ആ ലോകത്ത് നിന്നുകൊണ്ടാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്ന് അങ്ങ് ഓർക്കണം എന്ന് മാത്രം അതിനെക്കുറിച്ച് ഞാൻ സൂചിപ്പിക്കുന്നുള്ളൂ. പിന്നെ BJP ഓഫീസിലല്ലേ വാർത്താ സമ്മേളനം നടത്തിയത് അങ്ങയുടെ മന്ത്രി? കേരളത്തിന്റെ മുഖ്യമന്ത്രി CPM ഓഫീസിൽ നിന്ന് ഒരു വാർത്താ സമ്മേളനം നടത്തി ഒരു രാഷ്ട്രീയ മുദ്രാവാക്യം മുന്നോട്ട് വെച്ചാൽ എങ്ങനെയായിരിക്കും ഈ ചാനലുകളും മറ്റ് രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരും അതിനെ കാണുക? അത് ഈ നാട് കാണുന്നുണ്ട്. മുരളീധരനും CM ഒരുപോലെയാണെന്ന് അങ്ങ് പറഞ്ഞു. ഏത് കോല് വെച്ചളന്നാലും അതങ്ങനെ ആവില്ല കേട്ടോ. അതിനോടുള്ള എന്റെ പ്രതിഷേധവും എതിർപ്പും ഞാനിവിടെ അറിയിക്കുന്നു. അങ്ങനെ അളക്കാൻ വരണ്ട. അങ്ങയുടെ മന്ത്രിയുടെ പല പ്രസ്താവനകൾ നമ്മുടെ മുമ്പിലുണ്ട്. ആ പെട്രോൾ വില വർധനയെ സംബന്ധിച്ചുള്ള തീസീസ് ഉണ്ടല്ലോ, അതൊന്ന് കേട്ട് കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇപ്പോഴും നമുക്ക് അത്ഭുതാതരങ്ങൾ തോന്നും. പിന്നെ എത്രയെല്ലാം കാര്യങ്ങൾ അദ്ദേഹം മറുപടി പറയാൻ ബാക്കിയുണ്ട്. ഞാനങ്ങനെ ഉന്നയിക്കാത്തതുകൊണ്ടാണ്. അദ്ദേഹത്തിന്റെ അബുദാബിയിലെ സമ്മേളനത്തിൽ പോയപ്പോ ഒരു മാധ്യമപ്രവർത്തകയെ എന്ന നിലയിൽ ഒപ്പം കൊണ്ടുപോയല്ലോ, എല്ലാ ചട്ടങ്ങളും ലംഘിച്ച്. മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോ എന്താ പറഞ്ഞത്? മാധ്യമപ്രവർത്തക എന്ന നിലയിലാണ് കൊണ്ടുപോയത്. നിങ്ങൾ ചോദിച്ചിരുന്നെങ്കിൽ നിങ്ങളെയും കൊണ്ടുപോയിരുന്നു. ഞാൻ ഈ അവതാരകരോട് ചോദിക്കട്ടെ, നിങ്ങളൊക്കെ എത്ര ഔദ്യോഗിക സന്ദർശനങ്ങളിൽ വിദേശത്ത് പോയിട്ടുള്ളവരാ? നിങ്ങൾ മന്ത്രിയോട് പോയിട്ട് ചോദിക്കുകയാണോ ചെയ്യുക, എന്നെ കൊണ്ടുപോവോ, ഞാനും വന്നോട്ടെ, അപ്പോഴാണോ കൊണ്ടുപോവാറ്? ഇതിനൊക്കെ ഒരു വ്യവസ്ഥയില്ല രാജ്യത്ത്. ഇതെല്ലാം ലംഘിക്കുകയല്ലേ ചെയ്യുന്നത്. എന്നിട്ട് ഈ ഗവൺമെന്റിനെതിരായി രാഷ്ട്രീയം പറയുന്നതിലല്ല വിരോധം. അദ്ദേഹത്തിന്റെ കീഴിലുള്ള വകുപ്പുകൾ അന്വേഷിക്കുന്ന ഒരു കേസിൽ അദ്ദേഹം അന്വേഷണത്തിൽ ഇടപെട്ട് രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടി വഴിതെറ്റിക്കാൻ പ്രസ്താവനകളും പ്രഖ്യാപനങ്ങളും നിരന്തരം നടത്തുന്നു. ഡിപ്ലോമാറ്റിക് ബാഗേജ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ലോക്കസ് ടാങ്ക് എന്താ? അത് അന്വേഷിക്കാൻ അന്വേഷണ ഏജൻസി അന്വേഷിക്കുന്നില്ലേ? അന്വേഷണ ഏജൻസിയുടെ മുകളിലല്ല മന്ത്രി അന്വേഷണം നടക്കുന്ന ഘട്ടത്തിൽ. അന്വേഷണ ഏജൻസിക്ക് സ്വതന്ത്രമായി അന്വേഷിക്കണമെങ്കിൽ മന്ത്രി അതിൽ ഇടപെടാൻ പാടില്ല. ഇത് മന്ത്രി നഗ്നമായി നിയമം ലംഘിച്ച് ഇടപെടല്ലേ ചെയ്യുന്നത്. അതെല്ലാം ഇതിന്റെ ഭാഗമായിട്ടുള്ളതല്ലേ. പിന്നെ അങ്ങിവിടെ എന്തൊക്കെയാ പറഞ്ഞത്? നാവിനില്ല എന്ന് പറഞ്ഞു. അത് അവതാരകൻ തന്നെ തിരുത്തി. അതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഇവരെ അറിയില്ല എന്ന് പറഞ്ഞു. അറിയില്ല എന്നാണോ പറഞ്ഞത്? അത് അവതാരകൻ തിരുത്താത്തോട്ട് മാത്രം പറയുന്നു. അറിയില്ല എന്നല്ല പറഞ്ഞത്. അവരുടെ നിയമനത്തെ കുറിച്ച് ചോദിച്ചപ്പോഴാണ് അറിയില്ല എന്ന് പറഞ്ഞത്. UAE കോൺസൽ ജനറലിന്റെ സെക്രട്ടറി എന്ന നിലയ്ക്ക് അവരെ അനുധാവനം ചെയ്തു വരുമ്പോ പല യോഗങ്ങൾ വന്നിട്ടുണ്ടാവില്ലേ, പലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ലേ, അറിയില്ലേ? അങ്ങനെ അറിയുന്നോണ്ടല്ലേ പ്രതിപക്ഷ നേതാവ് കത്തടിച്ചു കൊടുത്ത് ഇഫ്താറിന് വിളിച്ചത്. ആ അറിവിൽ ഇവിടെയും അറിയും. UAE കോൺസൽ ജനറലിന്റെ സെക്രട്ടറി ആയിരുന്ന ആളാണ്. അതിന് പകരം തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസ്താവന നടത്താൻ പാടുണ്ടോ? പിന്നെ ഇവിടെ കോൺഗ്രസ് പ്രതിനിധി ചില കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞതിനും വളരെ വിചിത്രമായിരിക്കും. അദ്ദേഹം ഇങ്ങനെയൊക്കെ പറഞ്ഞു പഠിച്ചാൽ എനിക്ക് തോന്നുന്നു അധികം വൈകാതെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആവാനുള്ള യോഗ്യതയിലേക്ക് അദ്ദേഹം എത്തും. ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ കാര്യമൊക്കെ ഇവിടെ പറഞ്ഞു. അവിടെ നിന്ന് ഫണ്ട് സ്വീകരിച്ചു. അത് കമ്മ്യൂണിസം ആണോ എന്നാണ്. നിങ്ങൾ പഠിച്ച കമ്മ്യൂണിസം എനിക്ക് അറിയില്ല കേട്ടോ. 1917 ഐതിഹാസികമായ ഒക്ടോബർ വിപ്ലവത്തിന് ശേഷം CPSU ബോൾഷെവിക്കിന്റെ യോഗത്തിൽ പ്രസംഗിച്ചുകൊണ്ട് സഖാവ് ലെനിൻ പറഞ്ഞു, വൈദേശിക മൂലധനം ഉപയോഗിക്കാമോ, വിദേശ ഫണ്ടുകൾ സ്വീകരിക്കാമോ? ഏത് പാർലമെന്ററി ജനാധിപത്യത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെന്റിന്റെ അല്ല, വിപ്ലവത്തിലൂടെ അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ്, ഒറിജിനൽ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ്, വെള്ളം ചേർക്കാത്ത ഗവൺമെന്റ്. അങ്ങനെ ഒന്ന് വായിക്കണം. വൈദേശിക ഫണ്ടുകൾ ഉപയോഗിക്കാമോ എന്ന വിഷയത്തിൽ 1917 വിപ്ലവത്തിന് ശേഷം 19 ലെനിന്റെ പ്രസംഗമുണ്ട്. അദ്ദേഹം ആ ഫണ്ടിന്റെ മുൻപിൽ ബോക്സിട്ട് വീഴണമെന്നല്ല പറഞ്ഞത്. കൈകൊണ്ട് തുടരരുത് എന്നല്ല പറഞ്ഞത്. അത് നമ്മുടെ നയപരിപാടികൾക്ക് അനുസൃതമായി ഉപയോഗിക്കാം എന്നാണ് പറഞ്ഞത്. ആ ശൈലിയാണ് ലോകം മുഴുവൻ പിന്തുടരുന്നത്. ക്യൂബയിൽ ഉൾപ്പെടെ അതാണ് സ്വീകരിക്കുന്നത്. അങ്ങ് അടിയന്തര പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് പ്രസംഗിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ കിഫ്ബി മണൽപ്പടിക്കാരന്റെ സ്വപ്നമാണ് എന്ന് അങ്ങയുടെ സഹപ്രവർത്തകൻ പ്രസംഗിച്ച സഭയിൽ ഞാൻ കേട്ടിട്ടുണ്ട്. തള്ളി പറയായിരുന്നില്ലേ, അപമാനിക്കായിരുന്നില്ലേ, ആക്ഷേപിക്കായിരുന്നില്ലേ? വിമർശനമാവാം, ആക്ഷേപവും പരിഹാസവും അത്യാവശ്യമൊന്നുമല്ല. അങ്ങയുടെ മണ്ഡലത്തിൽ ഈ കിഫ്ബി ഫണ്ട് കൊണ്ട് എത്ര കോടിയുടെ വികസനം നടക്കുന്നുണ്ട്? നിങ്ങളുടെ നിയോജക മണ്ഡലത്തിന്റെ മുഖച്ഛായ
ചെറിയ കൂട്ടരാന്നേ. നമ്മുടെ തൊട്ട് കിടക്കുന്ന ഈ തമിഴ്നാടും കർണാടകയും നിങ്ങളുടെ പൊന്നാപുരം കോട്ടകളായിരുന്നില്ലേ? എവിടെ ഇപ്പൊ നിങ്ങൾ അവിടെയൊക്കെ നിൽക്കുന്നത്? ശരി ശരി